രേണു ചേച്ചി പറയാറുണ്ടായിരുന്നു വീഡിയോ കണ്ടില്ല. അപ്പൊ രേണു ചേച്ചിക്കും പറയാറുണ്ട് എന്റെ ഭർത്താവിന്റെ 2ാം വാർഷികമാണ്, നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണു ചേച്ചിക്ക് പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തി പറഞ്ഞില്ല. അപ്പൊ ഇവിടെ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയാ, പറഞ്ഞില്ല. നമ്മൾ ചെയ്തത് തെറ്റാണ്, തെറ്റിപ്പോയി. ആൾക്കാർ ശരിയാ ഇപ്പൊ പറഞ്ഞു തരാനായിട്ട് രേണു ചേച്ചിയോ മറ്റുള്ള ആൾക്കാരൊന്നും ഉണ്ടായി. ഇതിൽ ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു മരണ വീട്ടിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർഷികം നടക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത് മോശമാണ് എന്ന് കൂടെയുള്ള ഒരു വ്യക്തിക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടെന്ന് പറയാം. പക്ഷെ അവര് എടുത്തു പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അവിടെ രേണു വിലക്കിയിരുന്നെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു എന്നും പെരേരി അഗ്രി ചെയ്യുന്നുണ്ട്. അപ്പൊ തെറ്റ് രണ്ടാളുടെ ഭാഗത്തുണ്ട്. സ്ഥലകാല ബോധമില്ലാതെ പോയിട്ട് അത്തരത്തിൽ ഡാൻസ് കളിച്ച പെരേരന്റെ ഭാഗത്തും വലിയ തെറ്റുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച രേണുവിന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ പെരേരയ്ക്ക് തെറ്റ് മനസ്സിലായി, നമ്മുടെ രേണുസുതിക്ക് ഇതുവരെ തെറ്റ് മനസ്സിലായിട്ടില്ല. അവരത് ന്യായീകരിച്ച് വെളുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എനിക്ക് ചിരിക്കാൻ പാടില്ല എന്നുണ്ടോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്ന മുടങ്കൊല്ലി ന്യായങ്ങളൊക്കെ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രേണുസുതിനെ കുറിച്ച് 2 വീഡിയോസ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മളെ ഈ ഒരു അലൻ ജോസ് പെരേര രേണുവിന്റെ വീട്ടിൽ പോയി കളിച്ച ഡാൻസിന്റെ ഒരു സംഭവം, രണ്ടാമത് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രേണു വന്നതും. അത് രണ്ടാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ താഴെ കോമൺ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ രേണുസുതിനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് രേണുസുതിനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ രാവിലെ വന്ന സമയത്ത് ഈ രേണുവിന്റെ പ്രാരാബ്ദങ്ങളെയും കുറച്ച് പ്രശ്നങ്ങളെല്ലാം കൂടെ എടുത്ത് പെറുക്കി കൊട്ടയ്ക്കകത്തിടും. എന്നിട്ട് ആ കൊട്ടയെല്ലാം കൂടെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ചുമന്നിട്ട് കേരളത്തിന്റെ ആ തല മുതൽ ഈ തല വരെ ഇങ്ങനെ കൊണ്ട് നടന്ന് കൊടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് വൈകുന്നേരം ആവുന്ന സമയത്ത് ഈ കളക്ഷനൊക്കെ പോകുന്ന മാതിരി ആ തല മുതൽ ഈ തല വരെ പോയിട്ട് എല്ലാ സ്ഥലത്തും കിട്ടുന്ന കണ്ടെല്ലാം കൂടെ പെറുക്കി കൊട്ടയ്ക്കകത്തിട്ട് തിരിച്ച് വീട്ടിൽ വരും. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇതെല്ലാം കൂടെ യൂട്യൂബിലിട്ട് കുക്ക് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ കാണുന്ന സമയത്ത് യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരുപാട് പൈസ തരും. എനിക്കിപ്പോൾ ആ വീട്ടിൽ പൈസ വെക്കാൻ സ്ഥലമില്ല. അതാണ് എന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ. കാരണം രേണുവിന് കാണുമ്പോഴേക്കും യൂട്യൂബ് എനിക്ക് വാരിക്കോരി പൈസ തരാണ്. രേണുവിനെ വെച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാനിപ്പോൾ 2 വണ്ടി എടുത്തു, 2 കാർ എടുത്തു, ഫോർച്യൂണർ കേട്ടോ, 2 ഫോർച്യൂണർ എടുത്തു, എൻ്റെ വീട് 2 നില കൊട്ടാരം പണിതു. ഇപ്പം എനിക്ക് വീട്ടിൽ പൈസ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പുറത്തൊരു റൂം അഡീഷണൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾക്ക് ഒട്ടും ബോധമില്ലേ? നിങ്ങൾ ആദ്യം ഒന്ന് സ്വന്തം മനസ്സിലാക്കുക. അപ്പം ഞാനൊരു ഡൗട്ട് ചോദിക്കാം. നമ്മൾ ഈ രേണുസുതിനെ കുറിച്ചിട്ട് ഇന്റർവ്യൂ ചാനലുകൾ ഒരുപാട് പേര് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ കിട്ടുന്നത് എന്താണ്? രേണുവിനെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആളുകൾ, പിന്നെ അതേമാതിരി യൂട്യൂബിൽ ആൽബംസ് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ, എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്ന സമയത്തേക്കും ക്യാമറയും പൊക്കി പിടിച്ച് രേണുവിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് അത് കണ്ടന്റ് ആക്കുന്ന ആളുകൾ, ഇവരൊക്കെ രേണുവിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവരും യൂട്യൂബിൽ നിന്ന് വാങ്ങുന്നത് പൈസ തന്നെയാണ്. അല്ലാതെ എനിക്ക് മാത്രം പൈസ തന്നിട്ട് അവർക്ക് ടിഷ്യൂ പേപ്പർ കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല യൂട്യൂബ് ചെയ്യുന്നത്. ഓക്കെ, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും ചെയ്യുന്നത് രേണു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീനെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് ആളുകൾ രേണുവിന്റെ രാവിലെ മുതലുള്ള രാത്രി വരെയുള്ള എല്ലാ ഡെയിലി ആക്ടിവിറ്റീസും ക്യാമറയിൽ ഒപ്പി അവരവരുടെ സ്വന്തം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട് അതുവഴി റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ചെയ്താൽ ആഹാ, അവർ ചെയ്യുന്ന നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഹോ എന്നാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് ചെയ്യുമ്പോൾ ഒന്നിന് വളമാണെന്ന് കേട്ടിട്ടില്ലേ? രേണു നിന്ന് ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നിന്ന് ചെയ്യുന്നതിന് ഒരുപാട് പേർക്ക് വളം കിട്ടുന്നുണ്ട്. അങ്ങനെ വളം കിട്ടുന്ന ആളുകളാണ് ഈ ഇന്റർവ്യൂസ് ചാനൽസ്, പിന്നെ ഈ ഒരു ഓൺലൈൻ മീഡിയാസ്, അതേപോലെ തന്നെ ഈ ആൽബംസ് ചെയ്യുന്ന ആളുകൾ. കാരണം രേണു ആണ് ഇപ്പോൾ ഒരു വിവാദ കണ്ടന്റ്. അവരെ വെച്ചൊരു ആൽബം ചെയ്താൽ, ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം പെട്ടെന്ന് ക്ലിക്കാവുമെന്ന് ഈ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഓക്കെ, അപ്പം രേണു നിന്ന് ചെയ്യുന്നു, അത് മറ്റുള്ളവർക്ക് വളമാകുന്നു. അത്തരത്തിൽ വളം കൈപ്പറ്റുന്ന ഒരാളാണ് ഞാൻ എന്ന് വേണമെങ്കിൽ ഒരു നാണമില്ലാതെ പറയാൻ വേണ്ടി പറ്റും. അവരുടെ പ്രവർത്തികളിലെ റിയാക്ഷനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത് ശരിയാണെങ്കിൽ ശരിയെന്ന് പറയും, തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയും. നിങ്ങളിപ്പോൾ എന്റെ വീഡിയോ കാണുന്ന സമയത്ത് അതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റ്, ശരിയുണ്ടെങ്കിൽ ശരിയെന്ന് പറയുന്നില്ലേ? അത്രയേ ഉള്ളൂ. അതിനെ ഞാൻ ചെയ്തു. നിങ്ങൾ കമന്റ് ആയിട്ട് പറയുന്നു, ഞാൻ അവിടെ ഓപ്പണായിട്ട് വീഡിയോ ആയിട്ട് ആൾക്കാരുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ കിച്ചു ഇപ്പം അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛൻ്റെ ഇഷ്ടങ്ങളെ എനിക്കറിയാം, എൻ്റെ ഇഷ്ടങ്ങൾ അച്ഛനറിയാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഈ ഇനിയൊരു ഇന്റർവ്യൂ കൊടുത്തിട്ട് അതൊരു വിവാദമായി, പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത് വീണ്ടും ഇന്റർവ്യൂ. അപ്പൊ അതൊരു തുടർക്കഥ അല്ലെങ്കിൽ ഒരു തുടർ സീരിയൽ പോലെ ചെയ്തിട്ട് പോകാൻ കിച്ചുവിന് താല്പര്യമില്ല എന്നുള്ളത് അയാളുടെ യൂട്യൂബ് ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് രേണുസുതിക്ക് അത് പറ്റുന്നില്ല? ഒരു കോൺട്രവേഴ്സി അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയങ്ങളിലൂടെ കടന്നു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ ഓൺലൈൻ മീഡിയാസിന്റെ മുമ്പിലൊക്കെ പോയിരുന്നിട്ട്, ഇന്റർവ്യൂ ചാനൽസിന്റെ മുമ്പിലൊക്കെ പോയിരുന്നിട്ട് നേരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കില്ല. എന്തോരം ഇന്റർവ്യൂസ് അവർ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോഴേക്കും തൊട്ടടുത്ത ദിവസം അവർക്ക് ഇന്റർവ്യൂ ആണ്. അവർക്ക് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ ഫെയിം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും, കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ, എന്തോരം ഓൺലൈൻ മീഡിയാസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ യൂട്യൂബ് ചാനൽസ് ഒക്കെ അതൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ അത്തരത്തിൽ ഫെയിം ഇതാക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ക്യാമറേന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവരവരുടെ വ്യക്തിഗത നിമിഷങ്ങളിലൊക്കെ ക്യാമറകളെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അവർക്ക് അതിന് പറ്റുന്നില്ല. കാരണം എന്താ പറയുക, അവർക്ക് അവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദമാവണം. കാരണം ഈ നെഗറ്റീവ് കമന്റും പോസിറ്റീവ്സ് കമന്റും ഒരേപോലെ കണ്ട് ആസ്വദിച്ച് അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കാണ് രേണു ചെയ്യുന്നതെന്ന് ഞാൻ പറയും. അതിന് നിങ്ങൾ എത്ര നോ പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ തന്നെ പറയാം, സത്യത്തിൽ രേണു എങ്ങനെയാണ് ഇത്ര റീച്ച് ആയിട്ടുള്ളത്? തുടക്കം തൊട്ട് ദാസേട്ടൻ കോഴിക്കോടിന്റെ ആ ഒരു റീല് കഴിഞ്ഞതിന് ശേഷം വന്ന വിവാദങ്ങളെല്ലാം അതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാണ്ട് വിടുകയാണെങ്കിൽ അവർ ഇന്ന് ഇവിടെ ഈ ഒരു സ്റ്റേജിൽ എത്തുമില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിനു മുമ്പ് എന്തോരം കലാകാരന്മാർ മൺമറഞ്ഞു പോയിട്ടുണ്ട്.
അവരൊക്കെ ഇത്തരത്തിൽ വിവാദമായിട്ട് 24 മണിക്കൂർ സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുകയാണോ? അല്ല. പക്ഷെ രേണു കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ? അവർക്ക് റീച്ച് വേണം, ഫെയിം വേണം. അതുകൊണ്ടാണെന്ന് തന്നെ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ നിർത്താൻ കിച്ചു പക്വതയുള്ള മറുപടി ഞാൻ പറഞ്ഞു. അച്ഛന്റെ ഇഷ്ടങ്ങൾ എനിക്കറിയാം, എന്റെ ഇഷ്ടങ്ങൾ അച്ഛനറിയാം. അത് മറ്റൊരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ രേണു എപ്പോഴും സുധിച്ചേട്ടന് വേണ്ടി എന്ന് പറയുന്ന കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊന്നും സുധിച്ചേട്ടന് വേണ്ടി എന്നുള്ള ഒരു സുധിച്ചേട്ടനുള്ള സമയത്ത് എവിടെയും കണ്ടിട്ടില്ല. സുധിച്ചേട്ടന് മരണശേഷമാണ് സുധിച്ചേട്ടന് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ വേണ്ടി രേണുവിന് തോന്നുന്നത്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കൊല്ലം സുധി എന്ന് പറയുന്ന ആള് വഴിയാണോ ഈ രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ ഫേമസ് ആയിട്ടുള്ളത്? ഞാൻ പറയുമല്ല, രേണു സുധി വഴിയാണ് കൊല്ലം സുധി ഫേമസ് ആയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൊല്ലം സുധി ആരാണ്, അത്ര വലിയ കലാകാരനാണോ അറിയത്തില്ല. അവരെ സ്റ്റാർ മാജിക് കാണുന്ന കുറച്ച് ആളുകൾ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഏതെങ്കിലുമൊക്കെ സിനിമയുടെ ചെറിയ ചെറിയ രംഗങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് അത് അറിയുന്നില്ല. പക്ഷെ ഈ രേണു ഇങ്ങനെ ഒരു വലിയ വിവാദമാവാൻ തുടങ്ങിയതിന് ശേഷമാണ് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിനെ 4 ആൾ അറിഞ്ഞു തുടങ്ങിയത്. അപ്പം രേണു സുധി വഴിയാണ് കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ ഫേമസ് ആയത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. പിന്നെ ഈ ജീവിതം എന്ന് പറയുന്ന ഒരു സാധനത്തിന് കുറച്ചൊക്കെ പ്രൈവസി വേണം. ഇത് ചെല്ലുന്നിടത്ത് എല്ലാ സ്ഥലത്തും ഈ ക്യാമറകൾക്ക് മുമ്പിൽ നേരം ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൈവസി നിങ്ങൾക്ക് കിട്ടില്ല. നേരം വിവാദമായിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ അതൊക്കെ ചിരിച്ച മുഖത്തോടെ അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ അതേ രീതിയിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു, വളച്ചൊടിക്കുന്നു, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒന്ന് സ്വന്തം നിങ്ങളുടെ പഴയ ഇന്റർവ്യൂസ് ഇപ്പോഴുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. നിങ്ങൾ ആദ്യം ഭയങ്കര വിനയകുലയായിട്ടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ നിങ്ങളാണെങ്കിൽ മറ്റേ ഭദ്രകാളി കണക്കിനെയാണ് ആളുകളോട് ഇടപഴകുന്നത്, സംസാരിക്കുന്നത്, റിപ്ലൈ കൊടുക്കുന്നത്. ആ ഒരു വിനയം ഇപ്പൊ നിങ്ങളുടെ മുഖത്തേ ഇല്ല. ഇപ്പൊ നിങ്ങൾ കുറച്ച് കണ്ടന്റൊക്കെ ഉണ്ടായി ഇത്തിരി സോഷ്യൽ മീഡിയയിൽ ഒന്ന് തിളങ്ങാൻ തുടങ്ങിയതിനു ശേഷം നിങ്ങളുടെ മുഖത്തുള്ളത് ഇപ്പോൾ ഒരു അഹങ്കാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും, നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ഇപ്പം നെഗറ്റീവ് പറയുന്ന ഒരു 65% ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വീഡിയോയിൽ കുറച്ച് പേരെങ്കിലും നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പം എനിക്ക് ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതിന്ന് കിട്ടുന്ന പൈസയ്ക്ക് വേണം നാളെ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങാൻ. ഓക്കെ, അപ്പോൾ ബൈ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.